സ്റ്റാർട്ട്. ഹലോ, നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഴതോരു മുമ്പയുടെ ലൊക്കേഷനിലാണ്. ഇത് നമ്മുടെ ശരണ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ശരണ്യയുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഇത്രയും പേര് പുതിയതായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ സ്വീകരിച്ച പ്രേക്ഷകരോടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ശരണ്യയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. ചേട്ടാ, എൻ്റെ പേര് ഗുരുദാസ് എന്നാണ്. ആലപ്പുഴയിലാണ് വീട്. ഞങ്ങൾ ശരണ്യയുടെ ഒരു ഫാമിലിയാണ്. എന്തായാലും ശരണ്യയുടെ ഈ കുടുംബത്തെ പ്രേക്ഷകർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ഒരുപാട് നല്ല കമൻസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓമനക്കുട്ടൻ ഇത് ഗോപൻ, ശരണ്യയുടെ രണ്ട് ആംഗന്മാര്, ഞാൻ അമ്മയായിട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ശരണ്യ. ഓമനക്കുട്ടൻ അതൊന്ന് വായിച്ചു. ഒറ്റ ദിവസമാണ് കാണിച്ചത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വായിക്കുകയാണേ. ഉമാറാണി എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതുന്നത്. സമൂഹത്തിനൊരു നീറ്റലായി ഇനിയും ശരണ്യമാർ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. ആണായാലും പെണ്ണായാലും സ്നേഹിക്കുന്നവരെ ചതിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ എത്ര നന്നായിരുന്നു. പിന്നെ അക്ഷയ് എസ്, മനസ്സിൽ നീറ്റലായി ശരണ്യ. ശരണ്യയും കുടുംബവും പെർഫെക്റ്റ് കാസ്റ്റ്. പിന്നെ ശരണ്യയുടെ ഫാമിലി പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ശരിക്കും കണ്ണ് നനയിക്കുന്ന അഭിനയം. അപ്പോ അത് ലാമ പേര് അയാമഞ്ജലി. സോറി, താങ്ക് യു. ഞാൻ ഇന്നലെ തൊട്ടാണ് കയറിയത്. അതെ, സീരിയലാണെങ്കിൽ പോലും ശരണ്യെ കാണുമ്പോൾ ചങ്ക് പിടയുന്നു. ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു ഗതി വരുത്തരുത് എന്ന് ഈ സീരിയൽ എല്ലാ പെൺപിള്ളേർക്കും ഒരു ഗുണപാഠമായി സമൂഹത്തെ ബേസ് ചെയ്തിട്ട് തന്നെ. അതെ, ഈ വന്ന ജനറേഷൻ ആണല്ലോ സത്യം. തീർച്ചയായിട്ടും ശരണ്യെ കണ്ടപ്പോൾ രോഹിത്തിനോടുള്ള സഹതാപം പോയി. അയ്യോ, അങ്ങനെ പോയത് കഥയുടെ ഡെപ്തിനനുസരിച്ച് എല്ലാ മനസ്സുകളും അങ്ങനെ ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരണ്യയുടെ ഫാമിലി ഒറ്റ ദിവസം കൊണ്ട് മനസ്സിൽ ഇടം പിടിച്ചു. താങ്ക് യു. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. പിന്നെ എല്ലാവരും ആക്ടിംഗ് ഗംഭീരമാക്കി. വനിതാ കമ്മീഷൻ മെമ്പർ ഉൾപ്പെടെ വെയിറ്റിംഗ് ഫോർ ആലിന ശരണ്യ കോംബോ. ഇത് ശ്രീ ആണ്. ഇത് ശ്രീ ആർ. മറ്റേത് സൂര്യ ആയിരുന്നു കേട്ടോ. സഹതാപത്തിന്റെ സൂര്യാണ്. ഗായത്രി എഴുതിയേക്കണ്ട കേട്ടോ. പാവം ശരണ്യ, കണ്ണ് നിറഞ്ഞു പോയി. കാസ്റ്റിംഗ് അടിപൊളി. മനു അങ്ങനെ ചോദിച്ചത് നന്നായി. അവൾ പണി കിട്ടുമ്പോ പഠിക്കും. അങ്ങനെ പിന്നെ ശരണ്യ സുജിത്ത് എഴുതിയേക്കുന്ന കേട്ടോ. ഇതുപോലെ എത്ര ശരണ്യമാർ ലോകത്തിന്റെ ഓരോ കോണിലും ഉണ്ടാകും. ഇനി നമ്മളെ സച്ചു അല്ല ഗോവൻ വായിക്കുന്നതായി. ശരണ്യെ കാണുമ്പോ നെഞ്ചി പിടയുക. എങ്ങനെ കളിച്ച് ചിരിച്ച് നടന്ന പെൺകൊച്ച. അതാരാ പറഞ്ഞേ? നമ്മുടെ മാത്യു. പിന്നെ ലാലു, കേസ് കൊടുക്കണം, പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കണം. ശരണ്യ ആൻഡ് ഫാമിലി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ശരണ്യ, പാവം ഫാമിലി, അവരുടെ സിറ്റുവേഷൻ വളരെ ഹെഡ് ബ്രേക്കിംഗ് ആണ്. റിമൈൻഡ്സ് മീ ഫോർ ദ മനീഷ ഫാമിലി ഇൻ ഭ്രമണം, റോയൽ എൻഫീൽഡ്. ആരും ഒറിജിനൽ പേര് കൊടുക്കാത്തതുകൊണ്ട് അവളുടെ മോന്തക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഉപദേശിക്കും. മനു അല്ലാതാവോ നന്നായില്ല. ദീപ്തി നിന്റെ മോന്തക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ. ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. ഹരിയെ എത്രമാത്രം വിശ്വസിച്ചിട്ടാണ് ശരണ്യ പോയത്. ഒരിക്കൽ ശരണ്യ ഹരി വിളിച്ചപ്പോൾ പോകരുതായിരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഫാമിലിയെങ്കിലും ഓർക്കണമായിരുന്നു. ശരണ്യ ഫാമിലി പെർഫെക്റ്റ് കാസ്റ്റിംഗിനും ഇങ്ങനെ നമ്മൾ നന്നാവുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേരുടെ മെസ്സേജസ് ഇപ്പോൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളെ അറിയിക്കുമ്പോൾ, അതായത് സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിനൊരു അംഗീകാരം തരാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ
ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ചെറിയ കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുത്തതിന് ഞങ്ങൾ എല്ലാവരുടെയും നന്ദി. അതെ, നിങ്ങളിലേക്ക് തന്നിരിക്കുകയാണ്, നിങ്ങൾ ഏറ്റെടുക്കണം. അതെ. ഏറ്റെടുത്ത സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു. ശരണ്യ, എന്തെങ്കിലും പറയൂ. ഇനി ബാക്കി വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മളെ കാണാം. അതെ, ശരണ്യയുടെ ഫാമിലി നിങ്ങളുടെ കൂടെ. അതെ. കീപ് സപ്പോർട്ടിങ്. Ta-da.